വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്ന എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമുക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ അയ്യപ്പൻകാവ് ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. തുമ്പൂരിലെ അവിടുത്തെ അയ്യപ്പൻകാവ് ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. 2 ദിവസമായിട്ട് നല്ല മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് വീഡിയോ എടുത്തല്ല, അപ്പോൾ അതും ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഉത്സവം. അപ്പോൾ ഇന്നലെ പോയിട്ട് വന്നു. ചേച്ചിയുടെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ടാണ് പോയത്. അങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇൻട്രോ എടുക്കുന്നത് ഇന്നാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാണ്ട് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ 3 മണിക്ക് സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമക്കാണ് ബുക്ക് ചെയ്തത്. നല്ല സിനിമയായിരുന്നു കേട്ടോ. ഞങ്ങൾ അപൂർവമായിട്ടാണ് 3 മണിക്കൊക്കെ സിനിമക്ക് പോകുന്നത്. കാരണം വേറെ ഒന്നല്ല, വൈകുന്നേരം ഞങ്ങൾക്ക് എന്തിട്ടാണ് അയ്യപ്പൻകാവ് ഉത്സവത്തിനാണ്. അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ സിനിമ കണ്ടത്. അങ്ങനത്തെ സിനിമ കഴിഞ്ഞ് ആ വഴി തന്നെ ഞങ്ങൾ നേരെ പുറപ്പെട്ടു. ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ്, ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ് ഈ അയ്യപ്പൻകാവ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഉത്സവം കാണാനായിട്ട് പോയത്. നല്ല രസമായിരുന്നു കേട്ടോ. ഓരോ വീട്ടിലും ഇങ്ങനെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ സൂചേട്ടനും തുമ്പിയും കൂടെ ഓടുകയാണ് കേട്ടോ. ആനോത്സവം കഴിയുമെന്ന് പറഞ്ഞ് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സുധിച്ചേട്ടനെ ആനോത്സവത്തിൽ ഇരുന്നപ്പോൾ ഓടുണ്ട്. എനിക്ക് അതിൻ്റെ കൂടെ ഓടാൻ പറ്റുന്നില്ല. ഞാൻ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങളിത് ആനോത്സവം നടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി സുക്രവും ഉണ്ണിക്കുട്ടനും കൂടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടുട്ട് എന്ത് രസൂരിനെന്നറിയുമോ ആ ഒരു സംഭവമൊക്കെ ഇട്ട് ഇങ്ങനെ അനക്കണ കാണാനായിട്ട്. ബലൂൺ കൂട്ടത്തൊരു സംഭവമില്ലേ, കോലുകൂട്ടത്ത, അപ്പം അതൊക്കെ ഇട്ട് ഇങ്ങനെ അനക്കണ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഉത്സവം കാണുന്ന വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സുചേട്ടൻ്റെ കൂടെ കൂടിയിട്ടാണ് എനിക്ക് താല്പര്യം വന്നു തുടങ്ങിയത്. എനിക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ കാണുന്നതിനൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ കുറേ നേരം ഇരുന്ന് കാണും കേട്ടോ. കാവടി ആയാലും ഇതായാലും. നമ്മുടെ ആനോത്സവം കഴിഞ്ഞിട്ടാണ് ഇനി കാവടി വരാം. ആനകളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. എല്ലാം നല്ല ഇടുപ്പുള്ള നല്ല അടിപൊളി ആനകളായിരുന്നു. പക്ഷേ ഈ അടുത്ത് ആന എന്തുകൊണ്ടാ കുത്തിയിട്ടുള്ളൊരു സംഭവത്തിൽ ആൾ മരിച്ചില്ല. അതോടുകൂടി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സുച്ചനോട് പറയാണ്, കൊച്ചുങ്ങളെ കൊണ്ടൊന്നും അങ്ങോട്ട് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നെഗറ്റീവ് പറയുന്നതല്ല കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ആനകളുടെ മൈൻഡാണ് എപ്പം മാറുന്നൊന്നും സുചേട്ടൻ ഈ കൊട്ട് ആന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സുചേട്ടൻ ഈ ആനപ്പാപ്പന്മാരെ ഭയങ്കര ഹീറോസ് ആക്കി എടുക്കുന്ന ഒരു മൈൻഡാണ് കേട്ടോ. എപ്പോഴും ഈ ആനപ്പാപ്പന്മാരുടെ വീഡിയോസ് കാണും. ആന മതളകണ അതൊക്കെ ഇല്ലേ, അതൊക്കെ ഇരുന്ന് കാണും കേട്ടോ. ഭയങ്കര ക്രേസാണ്. ആന മതളകണല്ല കേട്ടോ. ആനപ്പാപ്പന്മാരെ ആനനെ ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അങ്ങനത്തെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കണ്ടു. അപ്പോഴേക്കും ആനോത്സവം കഴിഞ്ഞു. ആന തിടമ്പ് ഇങ്ങനെ സമർപ്പിക്കണതോ അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടോ ചടങ്ങ്. അപ്പോൾ നട അടക്കാൻ പോവാണെന്നുണ്ട്. ദീപാരാധനയ്ക്ക് നട അടക്കാൻ പോവാണ്. അപ്പം അതിനു മുന്നേ ആന എന്തോ നമസ്കരിക്കുക കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഇത്രയും വലിയൊരു ആന പാപ്പാൻ പറയുന്ന കേട്ടിട്ട് ശരിക്കും ഇങ്ങനെ അയ്യപ്പനെ നമസ്കരിക്കുന്ന കാണാൻ തന്നെ ഒരു ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആന ഉത്സവമൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നിൽക്കണേലെല്ലാവരും എന്നെപ്പോലെ പേടിയുള്ളവരാണ്. എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ എന്തിട്ടാണ് കണ്ടില്ലേ, ഇതാണ് നമസ്കരിക്കുന്ന മറ്റേ തുമ്പിക്കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ തൊഴണ പോലെ ആവും. അങ്ങനെ എന്ത് ചെയ്തു, ഞാനൊന്ന് അമ്പലത്തിലൊന്ന് ചുറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ പുറത്തൊന്ന് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അമ്പലം. ഞാൻ 2-3 വട്ടം വന്നിട്ടുള്ളൂ. അങ്ങനെ അവിടെ ഈ ഒരു പച്ചകുത്തുന്നല്ല, നമ്മുടെ പെൺപിള്ളേർക്ക് ഈ മൈലാഞ്ചിയൊക്കെ ഇടിക്കില്ലേ, അതേപോലെ ഇവിടെ ഇങ്ങനെ പച്ചയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നിർബന്ധിച്ചിട്ടാണ് ചോദിച്ചാണ് ഈ ഒരു സംഭവം കുത്തിയത്. ആൾക്ക് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വളരെ ഇങ്ങനെ ഏതൊരു സിനിമയിൽ ടൊവിനോ വട്ട ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അപ്പം പച്ച കുത്താൻ ആൾക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ഒറിജിനൽ കുത്താൻ താല്പര്യമില്ലെങ്കിൽ ഇതേപോലെ ചെയ്തിട്ടൊന്ന് സംതൃപ്തി അടയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും നല്ല പൊള്ളലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭാഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി വളാമാല പൊട്ട് സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേ മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ തുമ്പിക്ക് സൊക്കുറിന് 2-3 കളിപ്പാട്ടൊക്കെ മേടിച്ചു. പിന്നെ എൻ്റെ ചേട്ടൻ ആനപ്പാപ്പാനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതാണ് കാണുന്നത്. ആന എങ്ങനെയാണ് പേരെന്താണ്. പിന്നെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇതാക്കി. പിന്നെ പൊരി സംഭവങ്ങളൊക്കെ കുറച്ച് മേടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാന്നുള്ളൊരു ഇതാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ കാവടി കാണാന്നുള്ളൊരു ലെവലാണ്. അല്ലെങ്കിൽ കാവടി അമ്പലത്തിലോട്ട് കയറുമ്പോൾ 11 മണിയൊക്കെ ആവും. അപ്പോൾ ഈ 2 പിള്ളേരും കൊണ്ട് നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ.
അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് എല്ലാ കടയിലും കയറി സുക്രുവിന് എല്ലാം മേടിക്കണം എന്നുള്ളൊരു ലെവലാണ് കേട്ടോ. അവന് എല്ലാ സംഭവവും മേടിക്കണം. ഇപ്പോൾ ഒരെണ്ണം മേടിച്ചിട്ട് വേറൊരു സാധനം മേടിക്കുമ്പോൾ ആദ്യം മേടിച്ചത് അവന് വേണ്ട. അങ്ങനത്തെ പിള്ളേർ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്നിട്ട് തന്നെ ബലൂണൊക്കെ മേടിച്ചു. പിന്നെ ഒരു ലൈറ്റ് കത്തുന്ന ഒരു കോല് കൂട്ടത്തൊരു സംഭവം മേടിച്ചിട്ടാണ്. അപ്പം നമ്മൾ പോണ വഴിക്ക് ഇതേ ഇവിടെ ഇങ്ങനെ കാവടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഡിസ്കോ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒന്നുണ്ട് ഒരു ഡിസ്കോ സംഭവം ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം അതില്ലാന്ന് തോന്നുന്നുണ്ട്. ഇനി അത് കുറേ നേരം കഴിഞ്ഞ് വരുമോയെന്നറിയില്ല. നമ്മൾ നിൽക്കുമ്പോൾ ഇല്ല കേട്ടോ. പിന്നെ ബാൻഡ് മേളം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ചെണ്ടകൊട്ടൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ചെണ്ടകൊട്ട് നമ്മൾ അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഉത്സവത്തിൻ്റെ കാലമായല്ലോ, ഇനിയിപ്പോൾ എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ അതേ കാവടി സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പതിയെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഒന്നും ഇല്ലയെന്നറിയാം, എന്നാലും ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ അത്രയുള്ള